പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ രണ്ട് റവല്യൂഷനെ കുറിച്ച്, ഒന്ന് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പഠിച്ചു, ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പഠിച്ചു. ഇനി ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ എങ്ങനെയായിരുന്നു എഗെയിൻസ്റ്റ് ദ കോളനിയലിസം ഓഫ് ഇംഗ്ലണ്ട് അമേരിക്കയിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചതിനെതിരെയാണ് അവിടുത്തെ ജനത പോരാടിയ ആ ഒരു വിപ്ലവമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫ്രഞ്ച് റവല്യൂഷനിൽ എന്താണ്? എഗെയിൻസ്റ്റ് ദി ഓട്ടോക്രസി ആൻഡ് ദി ഫ്യൂഡൽ സിസ്റ്റം. അതായത് അവിടുത്തെ ഏകാധിപത്യ ഭരണവും അതുപോലെ ഫ്യൂഡൽ സിസ്റ്റത്തിനുമെതിരെയാണ് ഫ്രഞ്ച് റവല്യൂഷനിൽ വിപ്ലവത്തിൽ പ്രധാന കാരണമായത്. ഇനി ലാറ്റിൻ അമേരിക്കനെ കുറിച്ച് നമുക്ക് നോക്കാം, എന്താണ് കാരണം എന്നൊക്കെ നോക്കാം. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ബ്രസീൽ, അതുപോലെ അർജൻറ്റീന, പെറു, ഉറുഗ്വേ, അങ്ങനത്തെ വരുന്ന ചില രാജ്യങ്ങളും അതുപോലെ കരീബിയൻ രാജ്യങ്ങൾ, കുറച്ച് വെസ്റ്റ് ഇൻഡീസിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്രദേശമായിരുന്നു ലാറ്റിൻ അമേരിക്ക. അപ്പോൾ നോക്കാം, വാട്ട് വർ ദ സർക്കംസ്റ്റാൻസസ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചിട്ടുള്ള അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നെ ആയിരിക്കും നമുക്ക് എക്സാമിനും പ്രതീക്ഷിക്കാം. നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്, ദ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കോളനീസ് ഡ്യൂറിങ് ദി 16th and 17th century. അപ്പോൾ നമുക്കറിയാം, സ്പെയിനും അതുപോലെ പോർച്ചുഗലും യൂറോപ്യൻ രാജ്യങ്ങളാണ് അല്ലേ? യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഏത് രാജ്യമാണ് അമേരിക്കയിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടാണ്. ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചതാരാ? സ്പെയിനും പോർച്ചുഗലും. Okay, Spain and Portugal established their colonies during the 16th and 17th century. 16ാം നൂറ്റാണ്ടിലും 17ാം നൂറ്റാണ്ടിലുമാണ് ഇവർ വന്ന് കോളനികൾ സ്ഥാപിച്ചത്. കോളനികൾ എന്തിനാണ് സ്ഥാപിക്കുന്നത്? അതെ, ഇവിടുത്തെ വിഭവങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ വിഭവങ്ങൾ അവരുടെ രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ലാറ്റിൻ അമേരിക്കയിൽ വന്ന് ഇവർ കോളനികൾ സ്ഥാപിക്കുന്നത് അല്ലേ? നമുക്കറിയാം, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാക്സിമം റിസോഴ്സസ്. ഇവിടുത്തെ വിഭവങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള ഒന്നിനു വേണ്ടിയാണ് അവർ കോളനികൾ സ്ഥാപിക്കുന്നത്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ പോർച്ചുഗലും സ്പെയിനും ലാറ്റിൻ അമേരിക്കയിൽ വന്ന് കോളനികൾ സ്ഥാപിച്ചു. ഇനി നോക്കാം, പീപ്പിൾ ഫേസ്ഡ് മെനി ടൈപ്സ് ഓഫ് എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻസ്. അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻ ആളുകൾ ഒരുപാട് സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് വിവേചനങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. പലതരത്തിലുള്ള വിവേചനങ്ങൾ, അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ ചെയ്തു വന്നു. നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ദേ എക്സ്പ്ലോയിറ്റഡ് ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക. അവരെന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റഡ് ദി വെൽത്ത്, സമ്പത്ത്, അതുപോലെ റിസോഴ്സസ് ഓഫ് ദി പീപ്പിൾ ഓഫ് ലാറ്റിൻ, വിഭവങ്ങളും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ചൂഷണം ചെയ്യാൻ തുടങ്ങി. എക്സ്പ്ലോയിറ്റഡ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക. ദ വെൽത്ത്, സമ്പത്തും, ആൻഡ് റിസോഴ്സസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക, അവരുടെ വിഭവങ്ങളുമെല്ലാം ഈ സ്പെയിനും പോർച്ചുഗലും കോളനികൾ രൂപീകരിച്ച് ചൂഷണം ചെയ്ത് എടുക്കുവാൻ തുടങ്ങി. ആൻഡ് നെക്സ്റ്റ് നോക്കുക, ദേ പ്രൊപ്പഗേറ്റഡ് സ്പാനിഷ് കൾച്ചർ ആൻഡ് റേസ്ഡ് ട്രഡീഷണൽ കൾച്ചർ ഓഫ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു സാധാരണ പണ്ട് കാലങ്ങളിലുള്ള ട്രഡീഷണൽ കൾച്ചറായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ആ ട്രഡീഷണൽ കൾച്ചറിനെ അവർ പരമ്പരാഗതമായിട്ട് വന്നിരുന്ന ആ ഒരു സംസ്കാരത്തിനെ ഇവരെന്ത് ചെയ്തു? സ്പെയിനും പോർച്ചുഗലും വന്ന് അത് ഇല്ലാണ്ടാക്കുകയും അവിടെ ഒരു പുതിയ കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു കൾച്ചർ, സ്പാനിഷ് കൾച്ചറാണ് അവർ എന്ത് ചെയ്തത്? ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ദേ പ്രൊപ്പഗേറ്റഡ് സ്പാനിഷ് കൾച്ചർ ആൻഡ് റേസ്ഡ് ട്രഡീഷണൽ കൾച്ചർ ഓഫ് ലാറ്റിൻ അമേരിക്ക. അവരെന്ത് ചെയ്തു? പുതിയ സ്പാനിഷ് കൾച്ചർ ഈ ലാറ്റിൻ അമേരിക്കൻ കോളനികളിൽ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, they faced many types of economic and cultural discrimination. അവർ സാമ്പത്തികപരമായിട്ടും എക്കണോമിക്കായിട്ടും കൾച്ചറൽ
സാംസ്കാരികപരമായിട്ടും ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. എക്കണോമിക്കൽ ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണ് നടത്തിയിരിക്കുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള എന്തൊക്കെയാണ് നടത്തിയത് നോക്കാം. ഓക്കെ, ടുക്ക് അവേ ഗോൾഡ്, സിൽവർ എക്സെട്ര ഫ്രം ദി ലാറ്റിൻ അമേരിക്കൻ മൈൻസ്. അവരെന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് മൈനിങ് പ്രോസസ്സിങ് നടക്കുന്ന ഒരു രാജ്യമാണ് എന്ത് ലാറ്റിൻ അമേരിക്ക. ഒരുപാട് ഗോൾഡുകളും ഒക്കെ ഗോൾഡ് ഖനികളൊക്കെ ഉള്ള രാജ്യമായിരുന്നു ലാറ്റിൻ അമേരിക്ക. അവർ വന്നിട്ട് എന്ത് ചെയ്തു, ഈ മൈനുകളിൽ ഈ ഗോൾഡും അതുപോലെ സിൽവറൊക്കെ മാക്സിമം അവർ മൈന് ചെയ്ത് എടുക്കുവാൻ തുടങ്ങി. അതൊക്കെ എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി, സ്പെയിനിലോട്ടും പോർച്ചുഗലിലോട്ടും ഒക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ടുക്ക് അവേ ഗോൾഡ്, സിൽവർ എക്സെട്ര ഫ്രം ലാറ്റിൻ അമേരിക്കൻ മൈൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ, നെവർ അലൗഡ് ദ പീപ്പിൾ ടു എൻഗേജ് ഇൻ ട്രേഡ് വിത്ത് കൺട്രീസ് അതർ ദാൻ സ്പെയിൻ. അതുപോലെ അവർ എന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കൻ ജനതയെ മറ്റു ഒരു രാജ്യവുമായിട്ട് അവർ ട്രേഡ് ചെയ്യാൻ, വ്യാപാരം ചെയ്യാനും മറ്റൊരു രാജ്യവുമായിട്ട് സമ്മതിച്ചില്ല. അതായത് ലാറ്റിൻ അമേരിക്കൻ പീപ്പിളിനെ സ്പെയിനിനായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു രാജ്യത്തിനുമായിട്ട്, വേറൊരു കൺട്രിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ദേ വെർ വൈഡ്ലി ലൂട്ടഡ് ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. അവരെന്ത് ചെയ്തു, അവരെ മാക്സിമം ലൂട്ടഡ് എന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ചു. ഈ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ സ്പെയിനും പോർച്ചുഗലും ഈ ലാറ്റിൻ അമേരിക്കൻ ആളുകളെ വളരെയധികം എന്ത് ചെയ്യും, കൊള്ളയടിക്കാൻ തുടങ്ങി. ആൻഡ് ദ തിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പെയിൻ, അതായത് സ്പെയിനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ വെർ നോട്ട് പെർമിറ്റഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കോളനീസ്. അതായത് സ്പെയിനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്നാലല്ലേ സ്പെയിനിൽ ഉണ്ടാക്കുന്ന സാധനം കോളനികളിൽ വിൽക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. അതാണ് പറഞ്ഞത്, ദ തിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പെയിനിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ വെർ നോട്ട് പെർമിറ്റഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കോളനീസ്. കോളനികളിൽ വിൽക്കുവാൻ കോളനികളിൽ ഉണ്ടാക്കുവാൻ സമ്മതിപ്പിച്ചിട്ടില്ല. ആൻഡ് ദ പീപ്പിൾ ഹാഡ് ടു വർക്ക് ഇൻ ഹസാർഡസ് എൻവയോൺമെൻറ്റ് ഇൻ മൈൻസ് വിത്തൗട്ട് എനി സേഫ്റ്റി. അതായത് ആളുകളെ വളരെ ഹസാർഡസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ അവർ ഈ മൈന് സ്വർണ്ണഖനികളൊക്കെ പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഭൂമിക്കടിയിലോട്ട് പോയിട്ടുള്ള ഖനികളാണ്. അവിടെയൊക്കെ ഒരു സേഫ്റ്റി മെഷറും ഇല്ലാതെ, അവർക്കൊരു സംരക്ഷണ സംവിധാനങ്ങളൊന്നുമില്ലാതെ എന്ത് ചെയ്തു, ഇവരെ കൊണ്ട് അടിമകളെ പോലെ എന്ത് ചെയ്തു, അവിടെ പണിയെടുപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിലെ ഒരു പ്രോബ്ലം. എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്, വിഭവങ്ങളും അതുപോലെ സമ്പത്തും ചൂഷണം ചെയ്തതിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ്. ടുക്ക് അവേ ഗോൾഡ്, സിൽവർ ഫ്രം ലാറ്റിൻ അമേരിക്കൻ മൈൻസ്, നെവർ അലൗഡ് the people to engage in trade with countries other than Spain, and they were widely looted during colonial period. The things produced in Spain were not to be permitted to produce in the colonies. People had to work in hazardous environment in mines without any safety. These are the economical discrimination that happened in Latin America. Okay, ഇനി കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണ് നോക്കാം. കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ, സാംസ്കാരികപരമായിട്ടുള്ള എന്തൊക്കെ വിവേചനങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കാം. ദ പ്രൊപ്പഗേഷൻ ഓഫ് സ്പാനിഷ് കൾച്ചർ ആൻഡ് ദി ഡിമോളിഷൻ ഓഫ് നേറ്റീവ് കൾച്ചർ ഓഫ് ലാറ്റിൻ അമേരിക്ക. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ഇത്. പ്രൊപ്പഗേഷൻ ഓഫ് സ്പാനിഷ് കൾച്ചർ, ലാറ്റിൻ അമേരിക്കയിൽ വന്ന് സ്പാനിഷ് സംസ്കാരം അവരെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ആൻഡ് ദി ഡിമോളിഷൻ പറഞ്ഞാൽ നശിപ്പിക്കുക. ഡിമോളിഷൻ ഓഫ് നേറ്റീവ് കൾച്ചർ, അതായത് നേറ്റീവ് കൾച്ചർ പറഞ്ഞാൽ അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന അതായത് ട്രഡീഷണൽ കൾച്ചർ, ലാറ്റിൻ അമേരിക്കയിലെ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു സംസ്കാരം എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെ ഒഴിവാക്കി പുതിയ സ്പാനിഷ് കൾച്ചർ അവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ആൻഡ് ദ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്. അതുപോലെ സ്പെയിനും പോർച്ചുഗലും എന്ത് ചെയ്തു, ഇവർ ഈ ലാറ്റിൻ അമേരിക്കൻ കോളനികൾ അവരുടെ ലാംഗ്വേജ്, സ്പാനിഷ് ആയിട്ടുള്ള ലാംഗ്വേജ്, അതുപോലെ റിലീജിയൻ, അവരുടെ മതങ്ങൾ, ആൻഡ് കസ്റ്റംസ്, അവരുടെ ആചാരങ്ങളൊക്കെ ഈ കോളനികളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി.
ആൻഡ് ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. അതുപോലെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ വീടുകളും ചർച്ചുകളും പള്ളികളും ഒക്കെ സ്പാനിഷ് സ്റ്റൈലിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി. ആൻഡ് സെവറൽ സ്കൂൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇമ്പാക്റ്റിംഗ് സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഒരുപാട് വിദ്യാലയങ്ങൾ ആര് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂൾസ് ഈ യൂറോപ്യൻസ് ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്, ഇമ്പാക്റ്റിംഗ് സ്പാനിഷ് സിസ്റ്റം ഓഫ് സ്പെയിൻ എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ അതായത് സ്പെയിൻ എഡ്യൂക്കേഷൻ ഇവർക്ക് നൽകുവാൻ വേണ്ടി, സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇവർക്ക് നൽകുവാൻ വേണ്ടിയാണ് ഈ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ആൻഡ് സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെർ അഡോപ്റ്റഡ് സ്പ്രെഡ് ന്യൂ ഡിസീസസ്. അപ്പോൾ നമുക്ക് അതുപോലെ കൃഷിയിലും ഇവർ എന്ത് വന്നു, മാറ്റങ്ങൾ വരുത്തി. സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ്, അതായത് സ്പെയിനിൽ ഉള്ളതുപോലെയുള്ള കാർഷിക രീതി ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് ക്രോപ്സ് വെർ അഡോപ്റ്റഡ്, അതുപോലെ സ്പെയിനിലെ വിഭവങ്ങൾ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാമാണ് ഇവർ. അതുപോലെ ആ ഒരു കാലത്ത് സ്പെയിനിലുള്ള യൂറോപ്യൻസ് ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് യൂറോപ്യൻ രോഗങ്ങൾ, യൂറോപ്യൻ ഡിസീസസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് സ്പ്രെഡ് ആവാൻ തുടങ്ങി, പരക്കുവാൻ തുടങ്ങി. ആൻഡ് എൻഫോഴ്സ്ഡ് റാഡിക്കൽ ഡിസ്ക്രിമിനേഷൻ ടുവാർഡ്സ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക. അതായത് ആ സമയത്ത് ഒരുപാട് വർണ്ണ വിവേചനങ്ങൾ ആളുകൾക്കിടയിൽ വളർന്നു വരുവാൻ തുടങ്ങി. അതാണ് എൻഫോഴ്സ്ഡ് റാഡിക്കൽ ഡിസ്ക്രിമിനേഷൻ ടുവാർഡ്സ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക കാണാൻ തുടങ്ങി. ചില വർണ്ണ വിവേചനമൊക്കെ എങ്ങോട്ട് വരാൻ തുടങ്ങി, ഈ യൂറോപ്യൻ ജനതയും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ജനതയും. കാരണം ബ്രസീലിലൊക്കെ എന്തുണ്ട്, കറുത്ത വർഗ്ഗക്കാരുമുണ്ട് വെളുത്ത വർഗ്ഗക്കാരുമുണ്ട്. ആ ഒരു വിവേചനം, വർണ്ണ വിവേചനം വരാൻ തുടങ്ങി, ഇവിടെ വരാൻ തുടങ്ങി. ഇനി അതുപോലെ നോക്കാം, ദ ലീഡേഴ്സ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ ലീഡേഴ്സാണ് പ്രധാനപ്പെട്ട ആരൊക്കെ നേതാക്കന്മാരാണ്, ആരൊക്കെ? ഫ്രാൻസിസ്കോ മിറാണ്ട എന്ന് പറഞ്ഞാൽ, അതായത് സൈമൺ ബൊളീവിയർ നേതൃത്വം നൽകിയ രാജ്യങ്ങളാണ് കൊളംബിയ, പെറു, വെനസ്വേല, ഇക്വാറ്റർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളാണ്. ആൻഡ് ജോസ് ഡി സാൻ മാർട്ടിൻ എവിടെയാണ്, അർജൻറ്റീനയും ചിലിയുമാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയാണ്? ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളീവിയർ, ജോസ് ഡി സാൻ മാർട്ടിൻ. അപ്പോൾ ഇവരൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ചെറിയൊരു ടോപ്പിക്കാണ്. സ്പെയിന് ലാറ്റിൻ അമേരിക്കയിൽ വന്ന് അവരുടെ കോളനികൾ സ്ഥാപിക്കുകയും അവരെന്ത് ചെയ്തു, അവിടുത്തെ മാക്സിമം സമ്പത്തുകളെല്ലാം ചൂഷണം ചെയ്ത് എടുത്ത് എങ്ങോട്ട് പോയി, അവരുടെ സ്പെയിനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധിച്ച ഒരു വിപ്ലവത്താണ് വിളിക്കുക, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഒരുപാട് എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ, കൾച്ചറൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിസോഴ്സുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി, ഗോൾഡ്, സിൽവർ അതുപോലെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുപോലെ ട്രേഡ് സ്പെയിനുമായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ അവരെ കൊള്ളയടിച്ചു. ആൻഡ് പ്രൊഡ്യൂസ്ഡ് സ്പെയിൻ വെർ നോട്ട് പെർമിറ്റഡ് ടു പ്രൊഡ്യൂസ് ഇൻ ദ കോളനീസ്. അതായത് സ്പെയിനിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കോളനികളിൽ ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ അവരെ മൈനുകളിൽ, ഖനികളിൽ, സ്വർണ്ണ എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി മെഷറും ഇല്ലാതെ ഇവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അതാണ് എക്കണോമിക്കൽ ഡിസ്ക്രിമിനേഷൻ പറഞ്ഞത്. കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ നോക്കുക, അവരെന്ത് ചെയ്തു, അവരുടെ സംസ്കാരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പാനിഷ് കൾച്ചർ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത്. പല ലാംഗ്വേജുകളും അവരുടെ റിലീജിയൻ, അവരുടെ ആചാരങ്ങളൊക്കെ ഇവിടെ ഇതാക്കാൻ തുടങ്ങി. ആൻഡ് അവരുടെ രീതിയിലുള്ള സ്പാനിഷ് മോഡലുള്ള വീടുകളും സ്പാനിഷ് മോഡലുള്ള ചർച്ചുകളും പള്ളികളും ഒക്കെ ഇവിടെ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ എന്തിനാണ് നിർമ്മിച്ചത്? ദേ വർ ടു ഇമ്പാക്റ്റിംഗ് ദി സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. സ്പാനിഷ് സിസ്റ്റം ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ആളുകൾക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ കൃഷിയിലും സ്പാനിഷ് രീതികൾ കൊണ്ടുവരാൻ തുടങ്ങി. അതുപോലെ വർണ്ണവിവേചനം ഉണ്ടായിരുന്നു, ആളുകൾക്കിടയിൽ വർണ്ണവിവേചനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.